ഹലോ, എൻ്റെ എല്ലാ വേണ്ടപ്പെട്ടവരും ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങളുടെ എന്ത് അത്യാവശ്യമാണെങ്കിലും ഉറപ്പായിട്ടും നടന്നിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാവരും ഏഞ്ചൽ നമ്പർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഏഞ്ചൽ നമ്പറിൽ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ 12 ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്ന് പറഞ്ഞത് പോണക്ക് തന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യവും നിങ്ങളൊന്ന് ചെയ്തേക്കണം. പ്രത്യേകിച്ച് വല്ല നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്നേ. രാവിലെ ഒരു 5 മണി തൊട്ട് വൈകിട്ട് 11:30 വരെ സമയമുണ്ട്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് എഴുതുക. റെഡ് മഷി അല്ലെ പച്ച മഷി, എപ്പോഴും നമ്മൾ പച്ച മഷി കൊണ്ട് എഴുതുന്നതാണ് നല്ലത്. ഇനിയിപ്പം പച്ച മഷിയില്ല, റെഡ് മഷി എടുക്കുക, വേറെ ഒരു മഷി എടുക്കരുത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ചയോ റെഡോ ഒന്നും മഷി ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു മാർക്കറായിരുന്നത്. അപ്പോൾ ആ മാർക്കർ കൊണ്ട് ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാ ഏഞ്ചൽ നമ്പറും അങ്ങ് വിടാം. നമ്മൾ സ്വയം, അതായത് നമ്മൾ ഓരോരുത്തരും ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ 22/6/1976, അതല്ലെങ്കിൽ 28/5/2000, ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്മൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ അകത്തെ ഫസ്റ്റിലത്തെ ജനിച്ച ഡേറ്റിൻ്റെ, അതായത് നമ്മളിപ്പോൾ 22 നമ്മൾ ജനിച്ച ഡേറ്റാണ്, 6 പറഞ്ഞാൽ 6-ാം മാസമാണ്, പിന്നത്തേത് 1976 എന്ന് പറയുന്ന വർഷമാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ആ ജനിച്ച 22 നമ്മൾ ഇടത്ത് കൈയുടെ മോതിര വിരലയിൽ 22 എഴുതുക. അത് കഴിഞ്ഞിട്ട് ആ ജനിച്ച മാസം നമ്മൾ വിട്ടുകളയുക. അത് കഴിഞ്ഞിട്ട് വർഷത്തിൻ്റെ 1976 എന്നുള്ളത് 1900 കളയുക. എന്നിട്ട് 76 മാത്രം നമ്മൾ എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഇനി അതല്ല നിങ്ങൾ 2000 ആയി എടുക്കുന്നെങ്കിൽ നിങ്ങൾ ജനിച്ചത് 28 എടുക്കുക, 5-ാം മാസം ഒഴിവാക്കുക, 2000 എന്നുള്ളതിൻ്റെ 20 വിട്ടിട്ട് അവസാനത്തെ 20 മാത്രം നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് ഇവിടെ എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കാനുള്ളത് അത് മനസ്സിൽ ഓർത്തിട്ട് എഴുതിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണം. ചുരുട്ടി പിടിച്ചിട്ട് 1/2 മണിക്കൂർ നേരം നിങ്ങൾ ഇത് മനസ്സിൽ വിചാരിച്ച് തന്നെ ഇരിക്കുക, എന്ത് കാര്യമാണോ നടക്കേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഇത് മാഞ്ഞു പൊക്കോട്ടെ. നിങ്ങൾ പോയി കഴുകി കളയാനോ ഒന്നും നിൽക്കണ്ട. ഇനിയിപ്പോൾ രാത്രിയിലാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾ 1/2 മണിക്കൂറിന് ശേഷമേ നിങ്ങൾ കിടക്കാവുള്ളൂ. നിങ്ങൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് വെച്ചുകൊണ്ട് കിടന്നോളുക. നേരം വെളുക്കുമ്പം കഴുകുമ്പോഴൊക്കെ അങ്ങ് പൊക്കോളും. രാവിലെ 5 മണി തൊട്ട് നിങ്ങൾക്ക് രാത്രി 11:30 വരെ സമയമുണ്ട്. ഈ 11:30 എന്ന് പറയാൻ കാരണമുണ്ട്, 1/2 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കണ്ടേ. അപ്പം 12 ആകുമ്പോഴത്തേന് 1/2 മണിക്കൂർ, 12 കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി. അതുകൊണ്ടാകട്ടോ ഇങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല. 21 ദിവസവും മുടക്കം കൂടാതെ എഴുതണം. അപ്പം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ 1 തൊട്ട് ഇത് എഴുതണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട്. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കേ.